ബീഹാറിൽ ഇപ്പോൾ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊട്ട് ഒട്ടനവധി നേതാക്കൾ അവിടെ പ്രചരണത്തിനായി എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ നിതീഷ് കുമാറും തേജസ്വിയും ഒക്കെ ഇങ്ങനെ ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഒരു 25-കാരിയാണ്, പുതുമുഖമാണ്, നാടോടി ഗായിക മൈഥിലി താക്കൂർ. അപ്പോൾ മൈഥിലി താക്കൂർ ഈ രാഷ്ട്രീയത്തിലൊരു പുതുമുഖമാണ്. കഴിഞ്ഞ ഈ 13-ാം തീയതി, അതായത് ഒക്ടോബർ 13-നാണ് അവർ BJPയിൽ ചേർന്നത്. ഉടനെ തന്നെ അവർക്ക് ഒരു ടിക്കറ്റും കിട്ടി. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദർഭംഗയിലെ അലിനഗർ മണ്ഡലത്തിൽ നിന്നാണ് അവർ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇവർ BJP ചേർന്നപ്പോൾ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ആളുകൾ മുൻകൂട്ടി കണ്ടിരുന്നു. ഏതായാലും 2 ദിവസം കൊണ്ട് തന്നെ അവർക്ക് ടിക്കറ്റ് കിട്ടി. രണ്ടാമത്തെ പട്ടികയിൽ അവരുടെ പേര് വരികയും ചെയ്തു. പക്ഷേ ഈ പട്ടികയിൽ ഇടം പിടിച്ചതോടുകൂടി ഇവർ വിവാദങ്ങളിലും ഇടം പിടിക്കുകയാണ്. ബീഹാർ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരിയാണ് ഈ പുതുമുഖം. അപ്പോൾ അവർ തൻ്റെ മണ്ഡലം അലിനഗറാണല്ലോ, അപ്പോൾ അലിനഗറിൻ്റെ പേര് സീതാനഗറാക്കി മാറ്റും എന്ന് മൈഥിലി പറഞ്ഞു. അത് അവിടുത്തെ ജനങ്ങൾക്ക് താൻ അങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നു എന്നവർ പ്രഖ്യാപിച്ചു. അപ്പോൾ ദർഭംഗ ജില്ലയിലെ അലിനഗർ നിയോജക മണ്ഡലത്തിൻ്റെ വോട്ടർമാർ അവർ ഈ മണ്ഡലത്തിൻ്റെ പേര് മാറ്റും എന്ന് പറയുമ്പോൾ അത് പലതരത്തിലാണ് അതിനെ സ്വീകരിച്ചത്. ഏതായാലും മൈഥിലി താക്കൂർ നൽകിയ ഈ വാഗ്ദാനം അവിടെ വലിയ തോതിൽ ചർച്ചയായി. അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു. ആ പ്രചരിച്ച വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അപ്പോൾ അത് വലിയ തർക്ക വിഷയമായി. അപ്പോൾ മൈഥിലി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂത്രം ഉപയോഗിച്ചു. അത് അവർ പറഞ്ഞു, ഈ പേര് മാറ്റാനുള്ള ആശയത്തിന് പിന്നിൽ ഞാനല്ല, അത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നിത്യാനന്ദ റായാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതെൻ്റെ ആശയമല്ല. ദർഭംഗയിൽ ഇങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് ഈ നിർദ്ദേശം എനിക്ക് നൽകി. അപ്പോഴത് മിഥിലാഞ്ചലുമായി ആ പേരിന് ബന്ധമുണ്ട് എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോട് ഞാൻ യോജിച്ചു എന്ന് പറഞ്ഞ് ആ തർക്കം അവസാനിപ്പിക്കാൻ നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും അവിടെ തീരുന്നില്ല. ഈ പേര് മാറ്റുന്നു എന്നത് വലിയ തോതിൽ ബീഹാർ ചർച്ച ചെയ്യുകയാണ്. അലിനഗർ എങ്ങനെ സീതാനഗറാകും എന്നൊക്കെയുള്ള ചോദ്യം അവിടെ ഉയരുകയാണ്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് ഇത്തരത്തിലൊരു വലിയ വിവാദത്തിൽ ഇടപെടുകയും അവിടെ അത് എല്ലാ പൊതുജനങ്ങൾക്കിടയിലും അതൊരു വലിയ രാഷ്ട്രീയ പ്രചരണ യോഗങ്ങളിലൊക്കെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുള്ളത്. ഇവരാണെങ്കിൽ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലും ഭക്തിഗാനത്തിലുമൊക്കെ പരിശീലനം നേടിയ ഒരാളാണ്, പിന്നണി ഗായികയാണ്. അപ്പോൾ മൈഥിലി താക്കൂർ എന്ന് പറഞ്ഞാൽ ബീഹാറുകാർക്ക് വലിയ താല്പര്യമുള്ള ഒരാളാണ്. അവരുടെ സംഗീതം ആസ്വദിക്കുന്ന ഒരു നാട് കൂടിയാണ്. അവർക്ക് 25 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളൂ. ഈ കഴിഞ്ഞ ജൂലൈ 25-നാണ് അവർക്ക് 25 വയസ്സ് തികഞ്ഞത്. വടക്കൻ ബീഹാറിലെ ഈ മിഥിലാഞ്ചൽ മേഖലയിൽ നിന്നൊരു ഏകദേശം ഒരു 35 കിലോമീറ്റർ അകലെ ഉള്ള മധുബനി എന്ന ജില്ലയിൽ ആണ് അവരുടെ സ്ഥലം. അതാണ് അവിടെ ഈ ബെനിപ്പട്ടിയിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പം നവംബർ 6-ന് ആദ്യഘട്ടം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. അതിന് മുന്നോടിയായി ഈ ആളുകളെല്ലാം കാണുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയത്. അത് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകളെ ധ്രുവീകരിക്കാനാണ് എന്ന ഒരു ആക്ഷേപം ഉയർന്നു. അപ്പോൾ അലിനഗറിൻ്റെ പേര് മാറ്റാനുള്ള ഒരു ആശയം അത് രാഷ്ട്രീയ നിരീക്ഷകർ പലതരത്തിൽ അത് ചർച്ചയാക്കി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യും എന്ന് ചിലർ പറയുന്നു, എന്നാൽ അത് ദോഷം ചെയ്യും എന്ന് അവിടെ പറയുകയും ചെയ്യുന്നു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അലിനഗർ സീറ്റ് വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിക്കാണ് കിട്ടിയത്. നമ്മുടെ മുകേഷ് സഹനിയുടെ നേതൃത്വത്തിലുള്ള ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്കാണ് അന്ന് NDA ആ സീറ്റ് നൽകിയത്. അപ്പോൾ ഈ VIP എന്ന വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മിശ്രി ലാൽ യാദവാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. പക്ഷേ ഈ VIP അതായത് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി NDA വിട്ടു. NDA വിട്ടതോടുകൂടി ഈ MLA പാർട്ടി വിട്ട് BJPയിൽ ചേർന്നു. പക്ഷേ അവിടെ കൊണ്ട് പ്രശ്നം തീർന്നില്ല. അയാൾ ക്രിമിനൽ കേസുകളിൽ കുടുങ്ങി ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ മിശ്രി ലാലിന് പിന്നീട് മത്സരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് BJP അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ തേടിയത്. അപ്പോൾ പുതുമുഖമായി അവർ കൊണ്ടുവന്ന ഈ മൈഥിലി താക്കൂർ ആകട്ടെ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായിരുന്നു. അവർ വന്നാൽ അവിടെ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ അത് ഒരു വിവാദമായി മാറി. ഏതായാലും മൈഥിലി RJDയുടെ വിനോദ് മിശ്രയ്ക്കെതിരായാണ് മത്സരിക്കുന്നത്. നിറയെ ബ്രാഹ്മണരുള്ളൊരു മണ്ഡലമാണ്. യാദവരും മുസ്ലിങ്ങളും ഒക്കെ ഒരു നല്ല രീതിയിൽ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മണ്ഡലം. അപ്പോൾ എല്ലാവർക്കും നിർണായകമായ പങ്ക്
തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അപ്പോൾ മൈഥിലിയുടെ ഈ ഒരു പരാമർശം ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് പറയാൻ ആവില്ല. ഏതായാലും അവരുടെ ഭക്തിഗാനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ പുതിയ ആൽബമായ ചത്കി മഹിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്കൊരു നേട്ടമാണ്. പക്ഷേ ഇത്തരമൊരു പ്രയോഗം ഇത് അവരെ ഏത് തരത്തിൽ ബാധിക്കും എന്നതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിവാദ പ്രസ്താവനയെ RJD വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. അത് ബി ജെ പിയുടെ തന്ത്രമാണ്, ഈ പേര് മാറ്റാം എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ വോട്ട് നേടാൻ നോക്കുകയാണ്. അതുകൊണ്ടൊന്നും ആർക്കും ഒരു ഗുണവുമില്ല. ആളുകൾക്ക് ജോലിയും തൊഴിലും വികസനവും ഒക്കെയാണ് വേണ്ടത്. അതുകൊണ്ട് ആ നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാണ് RJD സ്ഥാനാർത്ഥി മിശ്ര പറയുന്നത്. അപ്പോൾ അതിന് ഇടയിലാണ് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആശംസകൾ നേർന്നുകൊണ്ട് അമേരിക്കൻ ഗായിക മേരി ബിൽബൻ രംഗത്തെത്തുന്നത്. മൈഥിലി താക്കൂറിന് അവർ ആശംസകൾ പറയുകയാണ്. കാരണം രണ്ടുപേരും ഗായകരാണ്. അപ്പോൾ ഒരു ഗായിക ജയിക്കണമെന്നാണ് മറ്റേ ഗായിക ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പേരുമാറ്റം വേണം എന്ന് മൈഥിലി പറഞ്ഞ തർക്കമൊന്നും ഒരുപക്ഷെ അമേരിക്കയിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ ഒരു ഗായിക മത്സരിക്കുന്നതുകൊണ്ട് മേരി ബിൽബൻ എന്ന ഗായിക മൈഥിലി താക്കൂറിന് അവരുടെ പിന്തുണ അറിയിക്കുകയാണ്. മൈഥിലി താക്കൂർ ആകട്ടെ അതിന് നന്ദിയും പറയുന്നുണ്ട്. പിന്നെയും ഈ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല കേട്ടോ. മൈഥിലി വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദങ്ങളിൽ കുടുങ്ങുകയാണ്. ഈ ബീഹാറിൽ പരമ്പരാഗതമായൊരു പാങ് എന്ന് പറഞ്ഞൊരു ശിരോവസ്ത്രമുണ്ട്, തലപ്പാവ് പോലത്തെ, നമ്മൾ തലപ്പാവ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പരമ്പരാഗതമായ ഈ മിഥിലി പാങ് അത് ഒരു പാത്രം പോലെ അവർ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഫോക്സ് നട്ട് എന്ന് പറയുന്ന ഈ താമരക്കുരു കഴിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. അപ്പോൾ ഇത് ഈ മൈഥിലി താക്കൂർ ഇങ്ങനെ ചെയ്തതിനെ പലരും രൂക്ഷമായി വിമർശിച്ചു. ഇത് മൈഥിലി ചെയ്തത് മിഥിലയുടെ സംസ്കാരത്തിനും ബീഹാറിൻ്റെ ഒരു ആത്മാഭിമാനത്തിനും എതിരെയുള്ളൊരു നീക്കമായി. ഇത് ബീഹാറിനെ വലിയ തോതിൽ അപമാനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ആളുകൾ രംഗത്തെത്തി. അപ്പോൾ പ്രദേശത്തിൻ്റെ അന്തസ്സിനെ അഭിമാനത്തിനെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയായി. കാരണം ഇത് ബീഹാറികളെ സംബന്ധിച്ചിടത്തോളം ഈ പാങ്കിനോട് ഒരു പ്രത്യേക ആദരവുണ്ട്. അത് പക്ഷേ മൈഥിലി ഇവിടെ അനാദരവ് കാണിച്ചു എന്നൊക്കെയാണ് അവർ വാദിച്ചു കൊണ്ടുവരുന്നത്. ഏതായാലും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇതെല്ലാം വളരെ ശക്തമായി പ്രചരിക്കുകയാണ്. പലരും രോഷപ്രകടനങ്ങളുമായി എത്തി. അപ്പോൾ ബീഹാറിൻ്റെ ഒരു പ്രതിനിധിക്ക് എങ്ങനെ ആദരണീയമായ ഒരു ശിരോവസ്ത്രത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് ചിലരൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രോഷത്തോടെ ചോദിച്ചു. അതിനുശേഷം അവർ അതിനൊരു മറ്റൊരു തന്ത്രവുമായി എത്തി. പിന്നീട് നടക്കുന്ന പ്രചരണ പരിപാടികളിലൊക്കെ അവർ ഈ പാങ് ധരിച്ചാണ് എത്തുന്നത്. അപ്പോൾ ഒരു പരമ്പരാഗത ശിരോവസ്ത്രം ധരിച്ച് എല്ലാ പ്രചരണ പരിപാടികളിലെത്തുമ്പോൾ അവരതിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ അതൊരു നടപടിയാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇത് ധരിച്ചുകൊണ്ടുള്ള നിരവധി ചിത്രങ്ങൾ ഒക്കെ അവർ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബീഹാറിൽ പ്രധാനമന്ത്രി അതുപോലെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കൾ ഒക്കെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. RJD നേതാക്കളൊക്കെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ വമ്പന്മാർ അവിടെ മത്സര രംഗത്തുണ്ട്. അമിത്ഷായെ പോലുള്ളവർ വലിയ റാലികൾ ആസൂത്രണം ചെയ്യുന്നു. പല സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരൊക്കെ വരുമ്പോഴും അവിടെ ബീഹാർ ജനതയ്ക്ക് ഉള്ളിൽ അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒക്കെ ഏറ്റവും ഒരു വിവാദ ചർച്ചാ വിഷയമാകുന്നത് ഈ പുതുമുഖമായ 25-കാരിയാണ് എന്നത് വളരെ കൗതുകപരമായി തോന്നി. അപ്പോൾ 2010-ലും 2015-ലും അവിടെ RJD നേതാവ് അബ്ദുൾ ബാരി സിദ്ദിഖിയാണ് കേട്ടോ അലിനഗറിൽ നിന്ന് ജയിച്ചിരുന്നത്. അവിടെയാണ് ഇപ്പോൾ മൈഥിലി താക്കൂർ തൻ്റെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ RJD സ്ഥാനാർത്ഥി വിനോദ് മിശ്രയെ അവിടെ നേരിടുമ്പോൾ ആര് ജയിക്കുമെന്നറിയില്ല. ഏതായാലും അവിടെയുള്ള ഈ ബ്രാഹ്മണർക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. മുസ്ലിങ്ങളുണ്ട്, യാദവരുണ്ട്, മല്ല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, പാസ്വാന്മാർ തുടങ്ങി അങ്ങനെ പല വിഭാഗങ്ങളിലുള്ള ആളുകൾ അധിവസിക്കുന്നൊരു സ്ഥലമാണ്. ഈ മണ്ഡലത്തിൽ ഈ വിവാദങ്ങൾക്ക് എന്ത് സംഭവിക്കും? മൈഥിലിയെ ആ നാട് പിന്തുണയ്ക്കുമോ, അതോ ഇതൊരു പുതുമുഖത്തിൻ്റെ പരിചയക്കുറവും പക്വതയില്ലായ്മയുമായി ആ നാട് വിലയിരുത്തുമോ? അങ്ങനെയൊക്കെയുള്ളൊരു വലിയ ചോദ്യം ബീഹാർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്.